നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരമധ്യത്തിൽ കൊതുക് വളർത്ത കേന്ദ്രം. കൊതുക് പരക്കുന്നത് പോലീസ് പരേഡ് ഗ്രൗണ്ടിന് മുന്നിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ. മൂക്കുപൊത്തി കാൽനട യാത്രക്കാർ. നടപടി സ്വീകരിക്കാതെ അധികൃതർ. റേഷൻ കാർഡ് ബയോ മസ്റ്ററിംഗ് തുടങ്ങി. ആദ്യഘട്ടത്തിൽ പദ്ധതി തലസ്ഥാന നഗരിയിൽ പൂർത്തിയാക്കുക 3 ഘട്ടങ്ങളിലായി. കണ്ണൂരിലെ മസ്റ്ററിംഗ് 3ാം ഘട്ടമായ ഒക്ടോബർ 3 മുതൽ 8 വരെ. മലിനജലം പൊതുവഴിയിൽ ഒഴുക്കിയതിന് ഹോട്ടലിന് പിഴ ഒടുക്കേണ്ടത് കമ്പിൽ ടൗണിലെ റഹീം ഹോട്ടൽ. മലിനജലം ഒഴുക്കുന്നത് ടാങ്കിൽ നിന്നും പൈപ്പ് വഴി. നടപടി കടുപ്പിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. വാർത്തകൾ വിശദമായി. പോലീസ് പരേഡ് ഗ്രൗണ്ടിന് മുന്നിൽ ദിവസങ്ങളായി പാർക്ക് ചെയ്ത പിക്കപ്പ് കൊതുക് വളർത്ത കേന്ദ്രമായി മാറി. കൊതുകുജന്യ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ കോർപ്പറേഷൻ അഹോരാത്രം പരിശ്രമിക്കുമ്പോഴാണ് ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിലായി പാർക്ക് ചെയ്ത പിക്കപ്പ് വാനിൽ ദിവസങ്ങളായി മഴവെള്ളം കെട്ടിക്കിടക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ കൊതുക് വളർത്ത കേന്ദ്രമായി മാറി. എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാട്സാപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്തി പണം തട്ടിയെന്നുള്ള പരാതികൾ വ്യാപകമാകുന്നു. പണം സമ്പാദിക്കാമെന്നുള്ള വ്യാജ പ്രലോഭനത്തിൽ വീണ നിരവധി പേരാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുള്ളത്. ജില്ലയിൽ നിരവധി പേരിൽ നിന്നും 8 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ കണ്ണൂർ സിറ്റി സൈബർ പോലീസ് നടപടി ആരംഭിച്ചു. കണ്ണൂർ സിറ്റി സ്വദേശിക്ക് പാർട്ട് ടൈം ജോലി വാഗ്ദാനം സംബന്ധിച്ച വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് വിവിധ അക്കൌണ്ടുകളിലേക്കായി അയച്ച 2,92,500 രൂപയാണ് നഷ്ടമായത്. മയിൽ സ്വദേശിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നതിനായി വിവിധ അക്കൌണ്ടുകളിലേക്ക് നൽകിയ 1,69,900 രൂപയും നഷ്ടമായിട്ടുണ്ട്. മെഡിസിൻ വിതരണം നടത്തുന്ന വളപട്ടണം സ്വദേശി ഇന്ത്യ മാർട്ട് വെബ്സൈറ്റിൽ മരുന്നിനുള്ള റിക്വസ്റ്റ് നൽകിയത് പ്രകാരം പരാതിക്കാരന് മരുന്ന് നൽകാമെന്ന വ്യാജേന ബന്ധപ്പെട്ട് 1,35,030 രൂപയും തട്ടിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ വീടും സ്ഥലവും ലോൺ മുഖേന തവണകളായി പണമൊടുക്കി ലഭിക്കുമെന്ന് പരസ്യം കണ്ട കതിരൂർ സ്വദേശി ടെലഗ്രാം വഴി ലഭിച്ച അക്കൌണ്ടിൽ 1,11,111 രൂപയും നിക്ഷേപിച്ചിട്ടുണ്ട്. SBI യോനോ റിവാർഡ് പോയിന്റുമായി ബന്ധപ്പെട്ട് ഫോണിൽ ലഭിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് പിറകെ അക്കൌണ്ട് വിവരങ്ങളും OTPയും നൽകി 1,11,111 രൂപ നഷ്ടമായ മറ്റൊരു വ്യക്തിയുമുണ്ട്. വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് പാർട്ട് ടൈം ജോലിക്കായി നിർദ്ദേശിച്ച് വിവിധ അക്കൌണ്ടുകളിലേക്ക് മട്ടന്നൂർ സ്വദേശി നൽകിയത് പ്രകാരം 40,600 രൂപയും നഷ്ടമായിട്ടുണ്ട്. വാട്സ്ആപ്പിൽ ലഭിച്ച ലിങ്ക് ക്ലിക്ക് ചെയ്ത വളവട്ടണം സ്വദേശിയുടെ അക്കൌണ്ടിൽ നിന്നും 25,000 രൂപ നഷ്ടപ്പെട്ടു. ഫ്ലിപ്കാർട്ടിൽ ഡ്രസ് ഓർഡർ ചെയ്തിരുന്ന പരാതിക്കാരിയിൽ നിന്നും ഡെലിവറി ചാർജ് തുക നൽകാനുള്ള QR കോഡ് സംഘടിപ്പിച്ച് 6,487 രൂപയും തട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പരസ്യം കണ്ട് മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി വളപട്ടണം സ്വദേശി നൽകിയത് 5,500 രൂപയാണ്. ഓൺലൈൻ ലോൺ ലഭിക്കാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത വളപട്ടണം സ്വദേശിയുടെ അക്കൌണ്ടിൽ നിന്നും 5,100 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ ഓണക്കാലത്തും റെക്കോർഡ് മദ്യവിൽപ്പന. ഈ വർഷം 818.21 കോടിയുടെ മദ്യമാണ് മലയാളി കുടിച്ചു തീർത്തത്. ഈ മാസം 6 മുതൽ 17 വരെയുള്ള കണക്കാണിത്. ഇതോടെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡും മറികടന്നു. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് 809.25 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഉത്രാടം വരെയുള്ള 9 ദിവസം 701 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ 715 കോടിയുടെ മദ്യം വിറ്റഴിച്ചിരുന്നു. എന്നാൽ തിരുവോണം കഴിഞ്ഞുള്ള 2 ദിവസങ്ങളിൽ കൂടുതൽ മദ്യം വിറ്റഴിച്ച് മുൻവർഷത്തെ ആകെ വിൽപ്പന മറികടന്നു. ഉത്രാടനാളിൽ മദ്യവിൽപ്പന മുൻവർഷത്തേക്കാൾ കൂടിയിരുന്നു. ഇത്തവണ 124 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷത്തെ ഉത്രാടദിന വിൽപ്പന 120 കോടിയായിരുന്നു. തിരുവോണ ദിവസം ബെബ്കോ അവധിയായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരമധ്യത്തിൽ കൊതുക് വളർത്ത കേന്ദ്രം. കൊതുക് പരക്കുന്നത് പോലീസ് പരേഡ് ഗ്രൗണ്ടിന് മുന്നിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ. മൂക്കുപൊത്തി കാൽനട യാത്രക്കാർ. നടപടി സ്വീകരിക്കാതെ അധികൃതർ. റേഷൻ കാർഡ് ബയോ മസ്റ്ററിംഗ് തുടങ്ങി. ആദ്യഘട്ടത്തിൽ പദ്ധതി തലസ്ഥാന നഗരിയിൽ പൂർത്തിയാക്കുക 3 ഘട്ടങ്ങളിലായി. കണ്ണൂരിലെ മസ്റ്ററിംഗ് 3ാം ഘട്ടമായ ഒക്ടോബർ 3 മുതൽ 8 വരെ. മലിനജലം പൊതുവഴിയിൽ ഒഴുക്കിയതിന് ഹോട്ടലിന് പിഴ ഒടുക്കേണ്ടത് കമ്പിൽ ടൗണിലെ റഹീം ഹോട്ടൽ. മലിനജലം ഒഴുക്കുന്നത് ടാങ്കിൽ നിന്നും പൈപ്പ് വഴി. നടപടി കടുപ്പിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്.
Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. Why? മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടി വിയിൽ തുടങ്ങിയ ബന്ധം റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ഇതിപ്പോ മോക്ക് വേണ്ടി ഒരു പുതിയ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നത്. നമ്മുടെ ബജറ്റിനും ആവശ്യത്തിനും അനുസരിച്ച് തെരഞ്ഞെടുക്കാവുന്ന ബ്രാൻഡുകളുടെ അതിവിശാലമായ വൻ നിര തന്നെയുള്ളപ്പോ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി, കേരളാസ് ഫസ്റ്റ് ചോയ്സ്. ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്, ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ്, കോടിയുടുത്ത് ഓണം. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. സംഗീത സംവിധായകൻ ഡോക്ടർ CV രഞ്ജിത്തിന് ഒരു ലോക റെക്കോർഡ് നേട്ടം കൂടി. വേൾഡ് റെക്കോർഡ്സ് ഇന്ത്യയുടെ ലോക റെക്കോർഡാണ് ഡോക്ടർ CV രഞ്ജിത്തിനെ തേടി എത്തിയിരിക്കുന്നത്. വന്ദേമാതരം എന്ന് തുടങ്ങുന്ന പുതിയ ദേശഭക്തി ഗാനം ഒരുക്കിയതിലൂടെയാണ് ഡോക്ടർ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്.
ഏറ്റവും കൂടുതൽ ലൊക്കേഷനുകളിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ ദേശഭക്തി ഗാനം ഒരുക്കിയതിലൂടെയാണ് ഡോക്ടർ CV രഞ്ജിത്ത് ഇരട്ട ലോക റെക്കോർഡുകളുടെ ഉടമയായി മാറിയത്. ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിലെ 33 നഗരങ്ങളിലായി 40 ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഗാനത്തിലൂടെ നേരത്തെ വേൾഡ് റെക്കോർഡ് യൂണിയന്റെ അംഗീകാരവും ഡോക്ടർ CV രഞ്ജിത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനോടകം സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ഗാനത്തിന്റെ പ്രകാശന ദിവസം തന്നെയാണ് ആദ്യ റെക്കോർഡ് ഗാനമൊരുക്കിയ ഡോക്ടർ CV രഞ്ജിത്തിനെ തേടിയെത്തിയത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ പ്രദേശങ്ങളുടെ മനോഹരമായ ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഗാനം ഒരു പുത്തൻ അനുഭവമാണ്. 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിന് വേണ്ടി കഴിഞ്ഞ 1.5 വർഷമായി ഡോക്ടർ CV രഞ്ജിത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളുടെയും നഗരങ്ങളുടെയും വ്യത്യസ്ത കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാന ചിത്രീകരണം കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ആരംഭിച്ചത്. ഡൽഹി, ആഗ്ര, അമൃത്സർ, കുളു, മണാലി, ലഡാക്ക്, കേദാർനാഥ്, ശ്രീനഗർ, കേരൻ, മുംബൈ, ബാംഗ്ലൂർ, മൈസൂർ, ഹംപി, ഹൈദരാബാദ്, ഗുവാഹട്ടി, മേഘാലയ, ഒറീസ, ജയ്പൂർ, അജ്മീർ, കൊൽക്കത്ത, വാരണാസി, ബറോഡ, ലക്നൌ, കന്യാകുമാരി, ധനുഷ്കോടി, മധുര തുടങ്ങി കേരളത്തിലെ വാഗമൺ, തിരുവനന്തപുരം, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഭംഗി ഗാനരംഗങ്ങളിൽ കാണാം. ഗാനരചയിതാവായ സുമിത ആയില്യത്താണ് ഗാനങ്ങൾക്കായി വരികൾ രചിച്ചത്. ഡോക്ടർ CV രഞ്ജിത്ത് ഒരുക്കിയ ഈണം ആലപിക്കുന്നത് മുംബൈയിലെ ഗായകനായ അസ്ലം കെയാണ്. മുൻ മിസ്റ്റർ പഞ്ചാബ് തസ്കർതാർ സിംഗ് ഗാനത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ സിംഗർ വിജയും ഇന്ത്യയിലെ തരംഗവുമായ ആവിർഭവ് ഗാനത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. പ്രശസ്ത ബോളിവുഡ് നിർമ്മാതാവ് മയൂർ കെ ബറോട്ടിന്റെ വൈറ്റ് മെഷർ എന്റർടൈൻമെന്റ്സ് ആണ് ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. കണ്ണൂർ R മീഡിയ സ്റ്റുഡിയോയിലാണ് ഗാനത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നിർവഹിച്ചത്. മ്യൂസിക് 24/7 യൂട്യൂബ് ചാനലിലൂടെ ഗാനം ആസ്വദിക്കാം. നേരത്തെ ടൂറിസത്തിനായി ഡോക്ടർ CV രഞ്ജിത്ത് ഒരുക്കിയ ദ സോങ് ഓഫ് കണ്ണൂർ, ഹെവൻ ഓഫ് ടൂറിസം എന്ന ഗാനം തരംഗമായിരുന്നു. പ്രസ്തുത ഗാനത്തിലൂടെ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ അന്താരാഷ്ട്ര പുരസ്കാരവും ഡോക്ടർ CV രഞ്ജിത്ത് നേടിയിരുന്നു. ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് 20 ഇന്ത്യൻ ഭാഷകളിൽ പാട്ടൊരുക്കി ഡോക്ടർ CV രഞ്ജിത്ത് ശ്രദ്ധ നേടിയിരുന്നു. സാങ്കേതിക തടസ്സങ്ങൾ കാരണം നിർത്തിവെച്ച റേഷൻ കാർഡ് ഉടമകളുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പുനരാരംഭിച്ചു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് നടക്കുക. ഇന്നു മുതൽ സെപ്റ്റംബർ 24 വരെയാണ് തിരുവനന്തപുരത്തെ മസ്റ്ററിംഗ്. 3ാം ഘട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിൽ മസ്റ്ററിംഗ് നടക്കുക. 2ാം ഘട്ടമായി കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കും. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെയായിരിക്കും മസ്റ്ററിംഗ്. അതിനുശേഷം 3ാം ഘട്ടത്തിൽ പാലക്കാട്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മസ്റ്ററിംഗ് ഉണ്ടാവും. ഒക്ടോബർ 3 മുതൽ 8 വരെയാണ് ഈ ജില്ലകളിൽ സൌകര്യമൊരുക്കുക. ഒക്ടോബർ 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകിയ നിർദ്ദേശം. ചെയ്തില്ലെങ്കിൽ റേഷൻ വിതരണം മുടങ്ങുമെന്നും അറിയിപ്പിലുണ്ട്. ഒക്ടോബർ 15-നുള്ളിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. 1.10 കോടി കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. കാർഡ് ഉടമകൾ നേരിട്ടെത്തി ഇ-പോസിൽ വിരൽ പതിപ്പിച്ചാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. പയ്യന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു. കോടികളുടെ നാശനഷ്ടം. പയ്യന്നൂരിലെ ഷോപ്രിക് സൂപ്പർ മാർക്കറ്റിനാണ് ഇന്നലെ രാത്രിയോടെ തീപിടിച്ചത്. 2ാം നിലയിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണയ്ക്കാനായത്. സമീപത്തെ കടകൾക്ക് നേരിയ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഷോപ്രിക് സൂപ്പർ മാർക്കറ്റിലാണ് വൻ തീപിടുത്തമുണ്ടായത്. 2 കോടിയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ 6 യൂണിറ്റ് അഗ്നിരക്ഷാസേന 3 മണിക്കൂർ നേരത്തെ ശ്രമഫലമായാണ് തീയണച്ചത്. 2ാം നിലയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുന്നത്. പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സേന എത്തിയാണ് തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. മുകളിലത്തെ നിലയിൽ തീ ആളിപ്പടരുന്നത് നിയന്ത്രണ വിധേയമാക്കുക ദുഷ്കരമായതിനാൽ പെരിങ്ങോം, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ്, കണ്ണൂർ എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാ യൂണിറ്റുകളെ കൂടി സ്ഥലത്തെത്തിക്കുകയായിരുന്നു. കഠിനമായ ചൂടും പുകയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഒടുവിൽ റോഡരികിൽ നിന്നും മുകൾ നിലയിലേക്ക് ഏണി വെച്ച് കയറി മുൻഭാഗത്തെ ഗ്ലാസ് തകർത്ത് അതിലൂടെ വെള്ളം ചീറ്റിയാണ് തീയണയ്ക്കാനായത്. അഗ്നിബാധയിൽ ഫ്രിഡ്ജുകളിലെ ഗ്യാസ് സിലിണ്ടറുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പൊട്ടിത്തെറിച്ചതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. അപകട സാധ്യത കണക്കിലെടുത്ത് KSEB അധികൃതർ ഫീഡർ ഓഫ് ചെയ്യുകയായിരുന്നു. വിവരമറിഞ്ഞ് പയ്യന്നൂർ പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ ഫയർ ഓഫീസർ ബിജുമോന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ 6 യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ അംഗങ്ങളാണ് സാഹസികമായ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായത്. പുലർച്ചെ 2ഓടെയാണ് പൂർണ്ണമായും തീയണയ്ക്കാൻ കഴിഞ്ഞത്. തീ അണയ്ക്കുന്നതോടൊപ്പം തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമവും കൂടിയായപ്പോൾ രക്ഷാപ്രവർത്തനം അതിസാഹസികമായി. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ വ്യക്തമായിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നും ഫയർഫോഴ്സ് സംഘം അറിയിച്ചു. 2 കോടിയുടെ നാശനഷ്ടമുണ്ടായെന്ന പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2020 മാർച്ച് 20-നും ഈ സ്ഥാപനത്തിന്റെ അടുക്കള, മെസ് എന്നിവ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും മുകളിലത്തെ നിലയിൽ തീപിടുത്തമുണ്ടായിരുന്നു. 1 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ആ തീപിടുത്തത്തിലൂടെ സംഭവിച്ചത്. മലിനജലം പൊതുവഴിയിലേക്ക് ഒഴുക്കിയതിന് പിഴ ചുമത്തി. ഹോട്ടലിൽ നിന്നുള്ള മലിനജലം പൊതുവഴിയിലേക്ക് ഒഴുക്കിവിട്ടതിന് കൊളച്ചേരി പഞ്ചായത്തിലെ കമ്പിൽ ടൌണിൽ പ്രവർത്തിക്കുന്ന റഹീം ഹോട്ടലിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത്.
കഴിഞ്ഞ ദിവസം ഹോട്ടലിലെ മലിനജലം ടാങ്കിൽ നിന്നും പൈപ്പ് വഴി ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പൊതുവഴിയിൽ മലിനജലം ഒഴുക്കിവിട്ടതിന്റെ വീഡിയോ ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ജില്ലാ സ്ക്വാഡ് പരിശോധനയ്ക്കെത്തിയത്. ഹോട്ടലിന് പഞ്ചായത്ത് രാജ് നിയമമനുസരിച്ച് 10,000 രൂപ പിഴ ചുമത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും പഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ.പി. സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ.ആർ. അജയകുമാർ, സ്ക്വാഡ് അംഗം ഷെരീഖുൽ അൻസാർ, കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നിവേദിത കെ.വി, സെറിൻ കുമാർ സി എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ നഗരത്തിൽ നിർത്തിയിട്ട കാർ കത്തിനശിച്ചു. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ താണ മൈജിക്കടുത്ത് റോഡരികിൽ നിർത്തിയിട്ട കാറാണ് കത്തിനശിച്ചത്. കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് കണ്ണൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം തീയണച്ചത്. തീപിടുത്തത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം മുടങ്ങി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 6,850, പവന് 54,800 രൂപ, വെള്ളി 96 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരമധ്യത്തിൽ കൊതുക് വളർത്ത കേന്ദ്രം. കൊതുക് പരക്കുന്നത് പോലീസ് പരേഡ് ഗ്രൗണ്ടിന് മുന്നിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ. മൂക്കുപൊത്തി കാൽനട യാത്രക്കാർ, നടപടി സ്വീകരിക്കാതെ അധികൃതർ. റേഷൻ കാർഡ് ബയോ മസ്റ്ററിംഗ് തുടങ്ങി. ആദ്യഘട്ടത്തിൽ പദ്ധതി തലസ്ഥാന നഗരിയിൽ പൂർത്തിയാക്കുക 3 ഘട്ടങ്ങളിലായി. കണ്ണൂരിലെ മസ്റ്ററിംഗ് 3ാം ഘട്ടമായ ഒക്ടോബർ 3 മുതൽ 8 വരെ. മലിനജലം പൊതുവഴിയിൽ ഒഴുക്കിയതിന് ഹോട്ടലിന് പിഴ ഒടുക്കേണ്ടത് കമ്പിൽ ടൗണിലെ റഹീം ഹോട്ടൽ. മലിനജലം ഒഴുക്കുന്നത് ടാങ്കിൽ നിന്നും പൈപ്പ് വഴി. നടപടി കടുപ്പിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.